വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. വേദപുസ്തകം വായിക്കാൻ ചുമതലപ്പെടുത്തിയ ദൈവമക്കൾ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കേണ്ടി വരും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹോം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. യേശു എന്ന പേരുള്ള മനുഷ്യൻ. ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. യേശു എന്ന പേരുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ദുരാത്മമണ്ഡലങ്ങളെല്ലാം അടയപ്പെടണം. ദൈവാത്മമണ്ഡലം ഈ രാത്രി തുറക്കപ്പെടണം. ആഴമായ വിടുതലുകൾ ഇന്ന് രാത്രി ഈ ശബ്ദപരിധി സംഭവിക്കണം. ആർക്കും അഴിക്കാൻ കഴിയാത്ത കുരുക്കുകൾക്കകത്ത് അകപ്പെട്ടു പോയ ചില കുരുക്കുകളെ ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റി. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അഴിച്ചെടുക്കാൻ കഴിയാത്തതുപോലെയുള്ള അശുദ്ധിയിൽ ജീവിക്കുന്ന ചിലതിനെ, പാപത്തിൽ മുഴുകിപ്പോയ ചിലതിനെ, മ്ലേച്ഛതയിൽ ആണ്ടുപോയ ചിലതിനെ കരം പിടിച്ചുയർത്തി ക്രിസ്തുവാകുന്ന പാറമേൽ കാലുകളെ ഉറപ്പിക്കുന്ന ഒരു വലിയ ദൈവകൃപ ഇവിടെ വ്യാപരിക്കേണ്ടതിന് ഈ രാത്രി എല്ലാവരും ഒരു നിമിഷം ചേർന്ന സ്തോത്രത്തിൽ ജാഗരിക്കട്ടെ. ഹല്ലേലൂയ. അറിവുകളുടെയോ പരിചയത്തിൻ്റെയോ ഒരു ശുശ്രൂഷയല്ല, തികച്ചും വ്യത്യസ്തതയാർന്ന ദൈവാത്മാവിൻ്റെ ദൂത് ഈ ശബ്ദപരിധിയിൽ മുഴങ്ങിക്കേൾക്കേണ്ടതിന് കുടുംബങ്ങളെ വിടുവിക്കുന്ന, ആഴത്തിൽ താണുപോയതിനെ ഉയർത്തിയെടുക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന വലിയ ദൈവകൃപ ഇവിടെ വെളിപ്പെടുവാൻ എല്ലാവരും ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ആരും മൗനമായിരിക്കാതെ, കൃപ പ്രാപിച്ച ദൈവമക്കൾ മൗനം പാലിക്കാതെ അന്യഭാഷയിൽ അഭിഷേകത്തോടെ ഈ രാത്രി കരങ്ങളൊന്ന് ചേർത്തടിച്ച് വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി, ദൂതുകളുടെ പ്രകാശനത്തിനായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചേർന്ന് കരമടിച്ച് അല്പനിമിഷങ്ങൾ എല്ലാവരും അഭിഷക്തന്മാർ ഈ രാത്രി ആത്മാവിൽ ഒന്ന് പ്രതികരിച്ച് ഹല്ലേലൂയ. ഓ ദീപാല മനകൾ ഘനദൂര ജഗശന്തരാറികൾ കമാനവൈഡം ഭ്രമനേതികാരകൾ ഖനേ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ ജനത്തോട് രാത്രി സംസാരിക്കണം. എതിരുകളെയും പോരുകളെയും ശാസിക്കണം. മുഴുമകുത്വം അങ്ങെടുക്കും. ക്രൂശിന് മറയുന്നു. എല്ലാ പോരുകളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ജയം കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമല്ലോ. ഒന്നുകൂടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഈ മേഖലകളിലെ ദൈവമക്കൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരെ കാട്ടിൽ സ്തുതിക്കാൻ മിടുക്കരാണ്. ഞങ്ങളുടെ റാന്നിയിലൊക്കെ ആണെങ്കിൽ സ്തുതിക്കാൻ പറഞ്ഞാലും വലിയ ശബ്ദത്തിൽ സ്തുതിക്കത്തില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നല്ല ശബ്ദത്തിൽ സ്തുതിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ കോവിഡാനന്തരം എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. എന്നാലും ഒന്ന് ഉത്സാഹിച്ചാൽ നല്ലപോലെ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഈ രാത്രിയുടെ വന്നേക്കുന്നത് ധന്യനായ ഏകാധിപതിയാണ്. ഈ രാത്രിയുടെ വന്നേക്കുന്നത് താൻ മാത്രം അമർത്യതയുള്ളവനാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ദൈവത്തെ, രാജാതി രാജാവായ കർത്താതി കർത്താവായ ആ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തിയായി ഹല്ലേലൂയ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒരിക്കലൂടെ മോൾ ആ വാക്യം വായിച്ച് കേൾപ്പിക്കും. യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി. ഇന്ന് ലോകത്തിൽ
800 കോടിയിലധികം മനുഷ്യരെ ജീവിച്ചിരിപ്പുണ്ട്. ഇന്നലകളിൽ വേറൊരു 800 കോടി ജനത്തോളം മൺമറഞ്ഞു പോയിട്ടുണ്ട്. മൺമറഞ്ഞു പോയ 800 കോടി മനുഷ്യരിലും ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യരിലും ഇതുപോലെ ഒരു മനുഷ്യൻ വേറെയില്ല. എല്ലാവരേക്കാൾ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, യേശു എന്ന പേരുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദാമ്യ വർഗത്താൽ ഉളവായ സകല മനുഷ്യരിലും പാപം പരന്നപ്പോൾ പാപിയായ മനുഷ്യരുടെ ഇടയിൽ പാപമില്ലാതെ ജീവിച്ച ഏക മനുഷ്യൻ യേശുവാണ്. ഇന്ന് രാത്രി ആ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൽ അതിപ്രധാനപ്പെട്ട 3 കുരുടന്മാരെ സൗഖ്യമാക്കിയത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു കുരുടന് യേശു കടന്നു പോകുമ്പോൾ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. യേശു നിന്നു. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരണ്ടേ? അവന്റെ മറുപടി, എനിക്ക് കാഴ്ച ലഭിക്കണം. യേശു പറഞ്ഞു, പ്രാപിച്ചോ എന്നൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവന് കാഴ്ച കിട്ടി. പിന്നീട് മറ്റൊരിക്കൽ വേറൊരു കുരുടൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ മനുഷ്യൻ യേശുവിനെ നിലവിളിച്ചപ്പോൾ യേശു അവന്റെ കണ്ണിലേക്ക് തുപ്പി. കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവന്റെ കണ്ണിലും ചെവിയിലും ഒന്ന് വിരലിട്ടപ്പോൾ അവന്റെ കണ്ണ് തുറന്നു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായൊരു മനുഷ്യൻ യേശു കടന്നു പോകുമ്പോൾ പിറവിയിലെ കുടനായൊരു മനുഷ്യൻ വഴിവക്കിൽ നിൽക്കുന്നത് യേശു കണ്ടു. യേശുവിനെ അവൻ കണ്ടില്ല. യേശു ഇവനെ ശ്രദ്ധിക്കുന്നു എന്ന് കൂടെ പോയവർക്ക് മനസ്സിലായപ്പോൾ കൂടെ പോയ ശിഷ്യന്മാര് യേശുവിനോട് ചോദ്യം ചോദിച്ചു, യേശുവേ, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കാൻ കാരണം എന്താണ്? ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ അതോ ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തത് കൊണ്ടാണോ? യേശുവിന്റെ മറുപടി, ഇവനാകട്ടെ ഇവന്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടല്ല, ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടല്ല, ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനത്രേ. ആ വാക്യം മോളൊന്ന് വായിച്ച് കേൾപ്പിക്കും. 1-ാമത്തെ വാക്യം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നല്ല മോളെ, ചെയ്തിട്ടല്ല, ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. പക്ഷെ ഇവന്റെ പ്രശ്നം യേശു പറഞ്ഞ പാപം ചെയ്തത് കൊണ്ടല്ല, പാപം ചെയ്തിട്ടല്ല, ഇവനിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാ. ഞാൻ ഈ ദൂതിലേക്ക് തുടങ്ങും മുമ്പേ പറയട്ടെ, നിന്നിൽ ഒരു കുറവുണ്ടെങ്കിൽ, നിന്നിൽ ഒരു ഇല്ലായ്മയുണ്ടെങ്കിൽ, നിന്നിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരു ബലഹീനതയുണ്ടെങ്കിൽ, അതിൻ്റെ പിൻപിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ 3 സൗഖ്യങ്ങളിലും 3 വ്യത്യസ്തതയുണ്ട്. ശ്രദ്ധിക്കണം. 1, കാഴ്ച പ്രാപിച്ചോ എന്ന് പറഞ്ഞ കുരുടന് 2 കണ്ണുമുണ്ടായിരുന്നു. പക്ഷേ കൺപോള അടഞ്ഞ് അവന് കാഴ്ചയില്ലായിരുന്നു.
അതുകൊണ്ട് യേശു ദൂരെ നിന്ന് പറഞ്ഞ് പ്രാപിച്ചോളാൻ പറഞ്ഞപ്പോഴേ ഒറ്റ വാക്കിൽ അവൻ്റെ പ്രശ്നം പരിഹരിച്ചു. ഇന്ന് രണ്ടാമത്തെ, അവന് കണ്ണുണ്ട്, പക്ഷേ റെക്ടേന പ്രവർത്തനമല്ല. അവൻ്റെ കണ്ണും കാതും ഒരുമിച്ച് കെട്ടിവെച്ചേക്കുക. യേശു അതിനെ ശാസിച്ചിട്ട് ആ വിരൽ കൊണ്ടൊന്ന് തൊട്ടപ്പോൾ ആ കണ്ണിന് കാഴ്ചയുണ്ടായി. എന്നാൽ ഈ മനുഷ്യൻ, നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യൻ, രണ്ട് കണ്ണിൻ്റെ കുഴികളെ ഉള്ളു, കണ്ണില്ല. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യനെ യേശു നിലത്തോട്ട് തുപ്പി, തുപ്പല് കൊണ്ട് ചേറുണ്ടാക്കി രണ്ട് കണ്ണുണ്ടാക്കിയ കണ്ണേലോട്ട് വെച്ചിട്ട് പറഞ്ഞു, നീ ശീലോകാമിൽ പോയി കഴുകാൻ. ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന യേശു എന്ന മനുഷ്യന് അടഞ്ഞതിനെ തുറക്കാൻ കഴിയും, പ്രവർത്തിക്കാത്തതിനെ ചലിപ്പിക്കാൻ കഴിയും, ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിന്നിൽ എന്താണോ ജന്മന ഇല്ലാത്തത്, ഈ രാത്രി ദൂതന് ആശീർവാദം പറയും മുമ്പേ ഈ മൈതാനത്ത് എഴുന്നള്ളി വന്ന യേശു ആ ഇല്ലാത്തതിനെ സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവനാ എന്ന് വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ ഒരു നിമിഷം ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു ഈ കണ്ണിൽ ഇങ്ങനെ ചേറുണ്ടാക്കി വെച്ചിട്ട് ശീലോകാമി കഴുകാൻ പറഞ്ഞ് യേശു മറന്നു. ഇവ പോയി ശീലോകാമി കഴുകി രണ്ട് കണ്ണും തുറന്ന് ഇവൻ വരുമ്പോൾ ഇതൊരു ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസത്തിൽ വേല ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് ഇവന്റെ കണ്ണ് സൗഖ്യമാക്കിയത് പരീശന്മാർക്കും യഹൂദ മതത്തിനും സദൂക്യർക്കും ശാസ്ത്രിമാർക്കും ഒട്ടും പിടിച്ചില്ല. മതമേലധ്യക്ഷന്മാർക്കൊട്ടും പിടിച്ചില്ല. അവരെല്ലാം കൂടെ വന്ന് ഇവനെ ഒന്ന് അടിമുടി നോക്കി, ഇവൻ തന്നെയാണോ, ഇവൻ തന്നെയാണോ? അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ ഈ വാതുക്കൽ വർഷങ്ങളായി, കഴിഞ്ഞ 40ഓളം വർഷമായി ഇരുന്നുകൊണ്ട് പിച്ചയാചിച്ച ഒരു തെരുവ് തണ്ടിയെ പോലെ ജീവിച്ചവനാണിവൻ. അവൻ തന്നെയാണ് ഇപ്പൊ കാഴ്ച പ്രാപിച്ചത്. അപ്പൊ അവന്റെ അടുക്ക് വന്ന് ചോദിച്ചു, നീ ആ പട്ടണവാതുക്ക് ഇരുന്ന് എരുന്ന മനുഷ്യൻ തന്നെയാണോ? അവൻ പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ. നിന്റെ കണ്ണിന് നേരത്തെ കാഴ്ച ഇല്ലായിരുന്നോ? അവൻ പറഞ്ഞില്ല, കണ്ണിന് കാഴ്ചയല്ല, കണ്ണില്ലായിരുന്നു. സ്തോത്രം. ഇപ്പൊ നിന്നെ ആരാ സൗഖ്യമാക്കിയേ? അവൻ പറഞ്ഞു, യേശു എന്ന പേരുള്ളൊരു മനുഷ്യൻ. ഈ രാത്രി ഇവന്റെ ആദ്യത്തെ വെളിപ്പാടാണ്. ഇവൻ യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോഴും അവൻ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ മനുഷ്യൻ പറയുകയാണ്, യേശുവെന്ന് പേരുള്ള ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, എൻ്റെ കണ്ണിൽ ചേറ് പൂശി പോയി കഴുകാൻ പറഞ്ഞു, കഴുകിയിട്ട് വന്നു, ഞാൻ സൗഖ്യമുള്ളവനായി തീർന്നു. പക്ഷെ അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരിവനെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു. അപ്പൊ രണ്ടാമത്തെ അവന്റെ വെളിപ്പാട് അതേ പുസ്തകത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ആ മോളൊന്ന് വായിച്ചു കേൾപ്പിക്കും. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കുവിൻ, അവന് പ്രായമുണ്ടല്ലോ. 17 വായിച്ചിട്ട് 19 വായിക്കാമേ. 17 വായിച്ചിട്ട് അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. ഇത് പറയുമ്പോഴും അവൻ യേശുവിനെ കണ്ടിട്ടില്ല. ശ്രദ്ധിക്കണേ പ്രിയരേ, യേശു എന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ യേശുവിനെ കണ്ടിട്ടില്ല. യേശു ഒരു പ്രവാചകനാന്ന് പറയുമ്പോൾ ഇവൻ യേശുവിനെ കണ്ടിട്ടില്ല. ഇവന്റെ അടുക്കൽ വന്ന് പോയി കഴുകാൻ പറയുന്ന ഒരു വാക്കേ ഇവൻ കേട്ടിട്ടുള്ളൂ. കണ്ണിൽ ചേറ് പൂശിയെന്ന് അവൻ അറിയാം, പക്ഷെ പൂശിയ ആളിനെ ഇതുവരെ അവൻ കണ്ടില്ല. കാണാതെ അവൻ രണ്ടാമത്തെ പദം പറയുകയാണ്, 17-ാമത്തെ വാക്യം. അവൻ പിന്നെയും കുരുടനോട്, നിന്നെ സൗഖ്യമാക്കിയവൻ ആരെന്ന് ചോദിച്ചതിന് അവൻ പറയുകയാണ്,
അവനൊരു പ്രവാചകനാണ്. നല്ലൊരു ഹല്ലേലൂയ രാത്രി പറയണം. ഇവിടെ ഒത്തിരി പ്രവാചകന്മാര് ജനിച്ചു വളർന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു പ്രവാചകൻ വേറെ ഇല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് പ്രവാചകന്മാരെയാണ്. പക്ഷെ ഈ പ്രവാചകൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ പ്രവാചകനാ. ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, വ്യക്തമായി നിന്നോട് അവൻ സംസാരിക്കാൻ പോകുകയാ. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ യേശുവിനെ കുറിച്ചുള്ള ആന്തരികമായ കണ്ണു തുറന്ന ഈ മനുഷ്യൻ, പുറമെയുള്ള കണ്ണ് ഇപ്പോഴാ തുറന്നത്, പക്ഷെ അവന്റെ അകക്കണ്ണ് കൊണ്ട് ആ ശബ്ദത്തിന്റെ ഉടമയെ അവൻ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ് അവനൊരു പ്രവാചകനാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മളെ ഒരു കുഞ്ഞൊക്കെ ഉദരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ 3-ാമത്തെ മാസം മുതൽ ഡോക്ടർമാർ പറയും സ്കാൻ ചെയ്യണം, 6-ാമത്തെ മാസം പിന്നെ സ്കാൻ ചെയ്യണം, 9-ാമത്തെ മാസം പിന്നെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞേക്കാം, പൂർണ്ണ വളർച്ച അങ്ങോട്ടാകുന്നില്ല, ഹാർട്ടിന് വളർച്ച കുറവുണ്ട്, പിന്നെ പുക്കിള് കഴുത്തെ കൂടെ ചുറ്റിക്കിടക്കുകയാണ്, അതുകൊണ്ട് തല വേണ്ടതുപോലെ വളർന്നിട്ടില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ കുറവൊക്കെ ഡോക്ടർമാർ സ്കാനിങ് കണ്ടുപിടിച്ചേക്കാം. പക്ഷേ നല്ല പ്രവാചകനായ യേശു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരമ്മ ഗർഭിണിയായി കേട്ടോ, 2 പിള്ളേർ ഉദരത്തിൽ, താങ്ങാൻ വയ്യാത്ത വെപ്രാളം വയറ്റി കിടന്ന് ഇവന്മാർ ചവിട്ടുകയും മെതിക്കുകയുമാ. ഒരുത്തനൊരുത്തൻ്റെ കുതികാല് പിടിക്കുന്നു, മറ്റോനവൻ്റെ തലേ ചവിട്ടുന്നു. ആകെ വയറ്റി കിടന്ന് പ്രശ്നമായപ്പോൾ ഈ അമ്മ നല്ല സ്കാനിങ് ഉള്ള യഹോവയുടെ മുമ്പിൽ ചെന്നു. യഹോവ സ്കാൻ ചെയ്തേച്ച് പറയാണ്, നട്ടല് വളഞ്ഞെന്നല്ല, ഹാർട്ടിന് വലിപ്പമില്ലെന്നല്ല, വളർച്ച മുറ്റിയിട്ടില്ലെന്നല്ല പറഞ്ഞത്, നിന്റെ അകത്ത് കിടക്കുന്നത് 2 വംശമാണ്, നിന്റെ അകത്ത് 2 ജാതിയുണ്ട്. ഇളയവനെ മൂത്തവൻ സേവിക്കും, മൂത്തവനേക്കാൾ ഇളയവൻ വലുതാകും എന്ന് ഭാവി പറയാൻ വയറ്റിക്കിടക്കുമ്പോൾ ഭാവി പറയാൻ കഴിയുന്ന ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവാ കേട്ടോ. ഇവിടെ ഏതെങ്കിലും അവയവത്തിന്റെ കേട് പറയുന്ന പ്രവാചകനല്ല. നിന്റെ ഉദരത്തിൽ ഗർഭപാത്രത്തെ പറ്റിപ്പിടച്ച് കിടക്കുന്ന ആ കുഞ്ഞാരാകുമെന്ന് പറയാൻ കഴിയുന്ന ഒരു പുസ്തകവും ഒരു ദൈവവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവാ. ഇന്ന് രാത്രി സ്നേഹിത, ഒരു ശമരിയാക്കാരി വെള്ളം കോരാനായിട്ട് പോകുകയാ. അവൾ രാവിലെ എല്ലാവരും കോരുമ്പോൾ കോരാനൊക്കത്തില്ല, അത്രയും പ്രശ്നങ്ങളാ. അതുകൊണ്ട് നട്ടുച്ച നേരത്തെ അവൾ വെള്ളം കോരാൻ വരികയാ. യേശു അങ്ങ് ദൂരെ നിന്ന് ഒരു 90 മൈലുകൾ നടന്ന് ഈ കെൻറ്റിക്കരെ വന്നപ്പോൾ യേശുവിനെ വല്ലാതെ ദാഹിച്ചു. ഒരു മനുഷ്യനെന്നുള്ളതിന് തെളിവ് പറയാൻ പോവുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു ദാഹിച്ചിട്ട് ഒരു സ്ത്രീ ഒരു പാത്രം വെള്ളം കൊണ്ട് വരുന്നത് വരെ ഒരു പാത്രത്തിന് വേണ്ടി കാത്തിരുന്ന് പറയുകയാണ്, നിന്റെ പാത്രത്തിൽ അല്പം വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിച്ച ദാഹമുള്ള മനുഷ്യൻ. ഒരത്തിയുടെ മുഴുവൻ ഇലയുടെ കീഴിൽ ഒരത്തിക്കായി ഉണ്ടെങ്കിൽ പറിച്ച് തൽക്കാലം എൻ്റെ വിശപ്പം നടക്കാം എന്ന് വിചാരിച്ച് വിശപ്പിന് ആഹാരം കൊതിച്ച മനുഷ്യൻ, കിടന്നുറങ്ങാൻ തലചായ്ക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് ഒരു പടകിലേക്ക് കയറിയ പാടെ തല വെക്കാൻ കിട്ടിയ അമരത്തെ തല വെച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ മനുഷ്യൻ, 2 പാവപ്പെട്ട സഹോദരിമാരുടെ ഏക ആങ്ങളെ മരിച്ചിട്ട് കരയുന്ന സഹോദരിമാരെ കണ്ടപ്പോ കൂടെ കരഞ്ഞ മനുഷ്യൻ, വിശന്ന് 3 ദിവസമായി ഇരിക്കുന്ന ജനത്തെ വിശപ്പറിഞ്ഞിട്ട് അവരോട് മനസ്സലിവുണ്ടായ മനുഷ്യൻ. ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് അല്ലെ പൊട്ടി വീണൊരു ദൈവത്തെ കുറിച്ചല്ല. മനുഷ്യ, നിന്റെ വേദന അറിയുന്ന, നിന്റെ ഉറക്കത്തിന്റെ ക്ഷീണമറിയുന്ന, നിന്റെ ദാഹമറിയുന്ന, നിന്റെ വിശപ്പറിയുന്ന, നിന്റെ കണ്ണുനീരിന്റെ അനുഭവം അറിയുന്ന, കൂടെ കരയുന്ന ഒരു മനുഷ്യൻ, യേശു എന്ന മനുഷ്യൻ. യേശു ഈ ലോകത്തിൽ വന്നത്, ഇവിടെ ഒത്തിരി മനുഷ്യർ വന്ന് ദൈവമായിട്ടുണ്ട്. മനുഷ്യ ദൈവങ്ങൾ ഇതുപോലെ ഉണ്ടായ ഒരു ലോകം വേറെയില്ല. നാം പാർക്കുന്ന കൊച്ചു കേരളത്തിൽ, നാം വസിക്കുന്ന ഭാരതഭൂമിയിൽ, നാം കാണുന്ന ഈ ഭൂഖണ്ഡങ്ങളിൽ ഒത്തിരി ദൈവങ്ങൾ മനുഷ്യൻ ദൈവമായി തീർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവം മനുഷ്യൻ ദൈവമായതല്ല, ദൈവം മനുഷ്യനായതാ. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി ഉലകത്തിൽ ദൈവം മനുഷ്യനായി വന്ന ഒരാളെ ഉള്ളൂ, അത് യേശു എന്ന മനുഷ്യനാ. കൈ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയണം.
5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ കുറ്റിക്കാട്ടുകാരെല്ലാം കൂടെ ഫോട്ടോ വെച്ച് മാലയിട്ട് ദൈവമാക്കിയ ആളല്ല യേശു എന്ന മനുഷ്യൻ. സ്തോത്രം പറയണമേ. ഹല്ലേലൂയ. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകെന്ന് പറഞ്ഞപ്പോൾ തിര വിഴുങ്ങി കരയ്ക്ക് കയറാൻ ആഞ്ഞടിച്ചു വരുന്ന കടലിനോട് ഒറ്റവാക്കി ശാന്തമാക്കിയപ്പോൾ കടലോരത്തുകാരെല്ലാം കൂടെ ദൈവമാക്കിയ ആളല്ല യേശു എന്ന മനുഷ്യൻ. ഒരു സ്തോത്രം പറയണമേ. ഹല്ലേലൂയ. ഏതെങ്കിലും ചെപ്പിടി വിദ്യ കൊണ്ട് നാട്ടുകാർ ദൈവമാക്കിയതല്ല. സാക്ഷാൽ ദൈവമായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വന്ന് മനുഷ്യനായി വിളങ്ങിയ ഏക മനുഷ്യൻ അത് യേശു എന്ന മനുഷ്യനാണ്. അവൻ ഈ കുളത്തിന്റെ കരയിൽ, കിണറിന്റെ കരയിൽ വന്നപ്പോൾ ഈ ശമരിയക്കാരി പ്രഥമ ദൃഷ്ടിയാ നോക്കിയിട്ട് അവന്റെ വസ്ത്രധാരണം, അവന്റെ മുഖത്തെ നിറം, അവന്റെ സൗന്ദര്യം, അവന്റെ സംസാര ശൈലി, ഇതൊക്കെ കേട്ടപ്പോൾ അവൾ പറയണം, നീ ഒരു യഹൂദനല്ലേ? നീ ഒരു യഹൂദനായിരിക്കേ ശമരിയക്കാരിയെ എന്നോട് വെള്ളം ചോദിക്കുന്നു? ശമരിയരും യഹൂദന്മാരും തമ്മിൽ അന്ന് അയിത്തമുള്ള കാലം. യേശുവിന്റെ മറുപടി, സ്ത്രീയെ, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കാശ് മുടക്കി കൺവെൻഷൻ വെച്ചതേ, നിങ്ങളുടെയൊക്കെ സ്വോത്ര കാഴ്ച ചോദിച്ചു മേടിച്ച് കൺവെൻഷൻ വെച്ചതേ, നല്ല പാട്ടുകാരെ കൊണ്ടുവന്നതേ, പ്രസംഗകരെ ഇറക്കിയത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിന്നോട് സംസാരിക്കുന്ന യേശു ആരെന്ന് നീ അറിയണം. ഈ രാത്രി സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. മറ്റൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പ്രസംഗകനെ നിങ്ങൾ അറിയണ്ട. പക്ഷെ ഇന്ന് രാത്രി യേശു ആരെന്നറിയുവാൻ കൊതിയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. യേശു പറഞ്ഞ, സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് വെള്ളം ചോദിച്ചേനെ. അവൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരും. പ്രിയരേ, ഇവിടുത്തെ എല്ലാ വെള്ളങ്ങളും, ഇനി ഇവിടം വിട്ട് നീ ഒരു മരുഭൂമി ചെന്ന് ഗൾഫ് രാജ്യത്ത് ചെന്ന് അവിടുന്ന് ജാറിനകത്ത് വെള്ളം കൊണ്ട് ഇവിടെ കുടിച്ചാലും ആ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ദാഹിക്കാത്ത വെള്ളം കൊടുക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു എന്ന മനുഷ്യനാ. സ്തോത്രം പറയണേ. യേശു പറഞ്ഞു, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് വെള്ളം ചോദിക്കുകയും അവൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരികയും ചെയ്യുമായിരുന്നു. സ്ത്രീ പറഞ്ഞു, യജമാനനെ, ഞാൻ ഇവിടത്തോളം വന്ന് ഈ വെള്ളം കോരാതിരിക്കുവാൻ ആ വെള്ളം എനിക്ക് തരണം. യേശു പറഞ്ഞു, തരാം. നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. അവള് പറഞ്ഞു, എൻ്റെ വിവാഹം ഒന്നും നടന്നിട്ടില്ല, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപിരിഞ്ഞത് കൊണ്ട് അനുയോജ്യരായ വരന്മാരെ വേണമെന്നുള്ള പരസ്യം ഇട്ടേക്കുന്നതേ ഉള്ളൂ, കല്യാണം നടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആരും കാരണം സമ്മതിക്കത്തില്ല, എല്ലാം തൻ്റേതല്ലാത്ത കാരണത്താലാ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, സ്ത്രീയെ, ഇപ്പം നീ പറഞ്ഞ കാര്യം ശരിയാ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ഒരുത്തനുണ്ട്, അവന്റെ രജിസ്റ്റർ കല്യാണമോ അല്ലാത്ത കല്യാണം നടന്നിട്ടില്ലാത്തതുകൊണ്ട് അവൻ ഔദ്യോഗിക ഭർത്താവായിട്ടില്ല. ഇപ്പൊ ഒരുത്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞെട്ടി യേശുവിനെ നോക്കിയിട്ട് പറയാണ്, നീ ഒരു പ്രവാചകനാണ്. ജീവിതത്തിന്റെ ചുരുളഴിച്ചപ്പോൾ യഹൂദനെന്ന് പറഞ്ഞു തുടങ്ങിയവൾ, വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ യജമാനെ എന്ന് വിളിച്ചവൾ ഇപ്പൊ പറയുകയാണ്, നീ ഒരു പ്രവാചകനാണ്. പ്രവാചകനാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ഈ കിണർ ആരുടെയാണെന്നറിയാമോ? ഇത് പാരമ്പര്യമുള്ള കിണറാ. പാരമ്പര്യമുള്ള കിണറാ. ഞാൻ ഈയിടെയൊക്കെ 3-4 കുടുംബയോഗങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മേശപ്പുറത്ത് ഈ വേദപുസ്തകം പോലെ വലിയൊരു പുസ്തകം ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേദപുസ്തകം ആയിരിക്കും. പിന്നെ അത് മനസ്സിലായത് അവരുടെ കുടുംബചരിത്രം എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കുടുംബചരിത്രത്തിൽ അതെല്ലാം എഴുതിയേക്കുന്നത്, കുറവിലങ്ങാട്ടു എന്ന് റാന്നി വന്നു, ഞങ്ങളുടെ ഒരു പൂർവ്വ പിതാവ്, പേരില്ല. ആ അപ്പച്ചൻ്റെ കൊച്ചുമക്കൾ അവിടെ നിന്ന് പലയിടത്തോട്ട് പോയി, അവരുടെ കുടുംബമാണെന്നും പറഞ്ഞു. അപ്പം ഞാനത് കണ്ട് വായിച്ച് നോക്കിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ മെസ്സേജ് പറഞ്ഞു പോയി. പത്തനാപുരംകാരെന്നെ ഇതുപോലെ കുടുംബയോഗത്തിന് വിളിച്ചു.
ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പുസ്തകമുണ്ട്, അവരുടെയും വല്യപ്പച്ചൻ കുറവലങ്ങാട്ടൊന്ന് വന്നേക്കുന്ന. ഞാനത് വായിച്ചു. ഇത് കഴിഞ്ഞ് മറ്റെന്നെ നമ്മുടെ ഈ ചെങ്ങന്നൂർ ആറന്മുളയ്ക്കടുത്ത് ആറാട്ടുപുഴയിലെ പ്രസിദ്ധമായ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഇവിടുത്തെ ആർച്ച് ബിഷപ്പാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നേ. അവിടെയും പ്രസംഗിക്കാൻ എന്നെ വിളിച്ച്. അവിടെ ചെന്നപ്പോൾ അവരുടെയും പിന്നെ വലിയൊരു പുസ്തകമുണ്ട്. തുറന്നപ്പം അതും കുറവലങ്ങാട്ടൊന്ന് വന്നേക്കുന്ന. ആ വന്ന പുള്ളിയുടെ പേരില്ല, എല്ലാവരും കുറവലങ്ങാട്ടൊന്നാണ് വന്നേക്കുന്നത്. ഇവർ സ്ഥാപിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളെല്ലാം തോമാസ് ലീഗ വന്നപ്പോൾ വന്ന പാർട്ടിയാണെന്നാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവളും ഈ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ 6ാമത്തെ ഉള്ള പുള്ളി യേശു പ്രവാചകനാന്നറിഞ്ഞപ്പോൾ പറയുകയാണ്, ഇത് കിണറാരുടെയാണെന്നറിയാമോ? യാക്കോബ് കുഴിച്ച കിണറാ. ഞങ്ങള് ഇപ്പം കണ്ട പുത്തൻ മടിശീലക്കാരൊന്നുമല്ല, പുതിയ ക്രിസ്ത്യാനിയുമല്ല. ഞങ്ങൾ പഴയ യാക്കോബിന്റെ ആൾക്കാരാ. ഈ കിണറ്റിന ഞങ്ങൾ കുടിക്കുന്നത്, നിങ്ങളും ഇവിടുന്ന് കുടിക്കുന്നേ. പിന്നെ ആരാധന കാര്യം പറഞ്ഞ നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ആ മലയിലുമല്ലേ ആരാധന, ഈ മലയിലുമല്ലേ ആരാധന. സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിക്കണേ പ്രിയരെ. അവിടെയും ഇവിടെയും ഉള്ളതല്ലേ ആരാധന. ആരാധന ഒന്നേ ഉള്ളൂ, ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൾ ഈ കാര്യം കേട്ടപ്പോൾ, ആരാധനയുടെ മഹത്വം യേശു വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറയാണ്, മശിഹ വരുമ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്തുമെന്ന് ഞാൻ അറിയുന്നു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. അവൾ ക്ഷണത്തിൽ പാത്രം താഴെ വെച്ച് ഒരൊറ്റ ഓട്ടമാ പട്ടണത്തിലോട്ട്. അവൾ ഓടി പട്ടണത്തിൽ ചെന്ന് പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറഞ്ഞു തുടങ്ങി. യജമാനെന്ന് വിളിച്ച് നടന്ന് പ്രവാചകനെന്ന് ഗ്രഹിച്ച് അവക്കൊടുവി മനസ്സിലായി, എൻ്റെ അടുക്ക നിൽക്കുന്നവൻ വെറും ഒരു പ്രവാചകനല്ല, അവൻ സാക്ഷാൽ മശിഹയാണ്. ഇന്ന് രാത്രി യേശു ആരാണെന്ന് അറിയാതെ നീ പൈനാനം വിട്ടു പോകരുത് പ്രിയരെ. നിന്റെ സമീപത്ത് അവനുണ്ട് കേട്ടോ. യേശു ആരെന്ന് നീ അറിയണം. അപ്പൊ ഈ കണ്ണുപൊട്ടനായ മനുഷ്യൻ ഈ ചോദിക്കാൻ വന്ന പരീശന്മാർ, സദൂക്യരോട്, അതെ യഹൂദ മത നേതാക്കന്മാരോട് പറയുകയാണ്, അതെ അവരൊരു പ്രവാചകനാണ്. അവർ സമ്മതിക്കത്തില്ല. അവരുടനെ അമ്മയപ്പന്മാരെ വിളിച്ചു, ഇവൻ നിങ്ങളുടെ മകൻ തന്നെയാണോ? അതെ ഞങ്ങളുടെ മകന്. ഇവൻ കണ്ണുപൊട്ടനായിരുന്നു. അവൻ കണ്ണുപൊട്ടനായിരുന്നു. ഇപ്പോൾ അവന് കാഴ്ച കിട്ടിയത് ശരിയാണോ? ശരിയാ, കാഴ്ച കിട്ടി. ആരാ കാഴ്ച കൊടുത്തത്? അപ്പൊ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ വായിക്കണം അതിനകത്തെ വാക്യം, അതിൻ്റെ 21ാമത്തെ വാക്യം. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല, അവന്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കുവിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവൻ, അവനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവനെ പള്ളിപ്രസ്ഥനാക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവരങ്ങനെ. എന്നെ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഞാന് പുരാതനമായ CSI സഭയുടെ ഒരു അംഗമാണ്. എൻ്റെ പിതാമഹന്മാർ ചേർന്നാണ് പത്തനംതിട്ട എന്ന ജില്ലയിലെ റാന്നി എന്ന താലൂക്കിലെ വെച്ചൂച്ചിറ എന്ന ഗ്രാമത്തിൽ 470 പരം കുടുംബങ്ങളുള്ള CSI പള്ളി പണി കഴിപ്പിച്ചു. ആ പള്ളിയിലെ 100-ലധികം കുടുംബങ്ങൾ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ്. അപ്പോൾ ആ സഭയിൽ ഞാൻ കൊയറിനകത്തുണ്ട്, യൂത്ത് ലീഗിനകത്തുണ്ട്, സജീവമായി നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിനകത്ത് ഞാനുണ്ട്. അല്പം മദ്യപിക്കുമായിരുന്നു, അല്പം വഴക്കുണ്ടാക്കുമായിരുന്നു, കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ പോയപ്പോൾ എന്നെ മുടക്കിയില്ല. ഞാൻ കള്ളു കുടിച്ചപ്പോൾ എന്നെ ദയവായിട്ട് മുടക്കിയില്ല. ഞാൻ ആരാധന മുടക്കിയപ്പോൾ എന്നെ മുടക്കിയില്ല. എനിക്ക് കേസുണ്ടായപ്പോൾ എന്നെ മുടക്കിയില്ല. എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെൻറ് തിരിച്ചു മേടിച്ചപ്പോൾ എന്നെ മുടക്കിയില്ല. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരെന്നെ മുടക്കി. യേശുവിനെ ഞാൻ എന്ന് കണ്ടുമുട്ടിയോ
അന്ന് അവരെന്നെ മുടക്കി. ഇത് ഇന്നത്തെ പുതിയ കഥയല്ല. ഈ കണ്ണുപൊട്ടൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാം, അന്ന് യേശു എന്ന ക്രിസ്തുവാണ് എൻ്റെ മോൻ്റെ പ്രശ്നം പരിഹരിച്ചതെന്നറിഞ്ഞാൽ അവനെ പള്ളിപ്രശ്നമാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ പേടിച്ചു മിണ്ടിയില്ല. ഒരു സ്തോത്രം പറയണേ. ഇന്ന് രാത്രിയിലും പലർക്കും അറിയാം വിടിപ്പിച്ചത് യേശുവാണെന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ കെട്ടഴിച്ചത് യേശുവാന്ന്, എൻ്റെ തലമുറയുടെ ബന്ധനം മാറ്റിയത് യേശുവാന്ന് പലർക്കും അറിയാം. പക്ഷെ പരസ്യമായി പറയാൻ പേടിക്കുന്നത് ആരോ പള്ളിപ്രശ്നരാക്കുമെന്ന് പറഞ്ഞ സ്നേഹിതരെ, ഇവിടെ നിന്നെ മുടക്കിയാൽ അവിടെ നിന്നെ എടുക്കും. സ്തോത്രം പറയണം. ഇവിടെ ആരുടെയെങ്കിലും പേര് വെട്ടിയാൽ അവിടെ പേരെഴുതും. ഇന്ന് രാത്രി ഞാൻ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ ശ്രദ്ധിച്ചേ, ഇവര് പറയുകയാണ് അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്ക്. അവര് രക്ഷപ്പെട്ടു മാറി. അപ്പോൾ അടുത്ത ചോദ്യം വരികയാ. 27-ാമത്തെ വാക്യം. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോഴും ഇവൻ യേശുവിനെ കണ്ടിട്ടില്ല. എന്നൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോഴും ഇവൻ യേശുവിനെ കണ്ടിട്ടില്ല. ചേറ് കണ്ണി പൂശി പോയി കഴുകാൻ പറഞ്ഞതല്ലാതെ ആളിനെ കണ്ടിട്ടില്ല. കാണാതെ അവൻ പറയാണ് അവൻ യേശു എന്ന മനുഷ്യനാ, അവൻ യേശു എന്ന പ്രവാചകനാ. നിർത്തിയില്ല, ഇപ്പൊ പറയാണ് നിങ്ങൾക്ക് അവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? കണ്ണില്ലാത്ത ഇവൻ കണ്ണ് കിട്ടിയപ്പോൾ യേശുവിനെ ഗുരുവായിട്ട് അംഗീകരിച്ചു. യേശു ക്രിസ്തുവിടെ വിശ്വാസികളുടെ എണ്ണം കൂട്ടാനല്ല പറഞ്ഞ, തെറ്റിദ്ധരിക്കല്ലേ. ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പറന്നുയരുമ്പോൾ 1000 കോടി ഗോനങ്ങളെ താണ്ടി പറന്നുയരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എൻ്റെ ശിഷ്യരാക്കാനാ പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ കുറ്റിക്കാട് കർത്താവിന് കുറെ ശിഷ്യരെ വേണം. ഹല്ലേലൂയ. നല്ല ഗുരുവിനെ പിൻപറ്റുന്ന, അപ്പനേക്കാൾ അമ്മയേക്കാൾ മക്കളേക്കാൾ ഭവനത്തേക്കാൾ സ്വത്തിനേക്കാൾ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ട ശിഷ്യരെ ഈ രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ കുരുടന്റെ ചോദ്യം, നിനക്കവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? അപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യരാ. മോശ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഇവനാരാ? ഇവൻ പാപിയാണ്. യേശുക്രിസ്തുവിനെ അവർ വിലയിരുത്തുക, അവൻ പാപിയാണ്. അതുകൊണ്ട് അവന്റെ ശിഷ്യരാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇന്ന് രാത്രി പ്രിയരെ, യേശു ആരാ നിങ്ങൾക്കറിയാമോ? യേശു ആരാന്നറിയാൻ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ വേദപുസ്തക ചരിത്രത്തിൽ ഇത്രയേറെ ധനാഢ്യനായൊരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത്രയേറെ ഭക്തനായൊരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ പേര് ഇയ്യോബ് എന്നാണ്. ഇയ്യോബ്. അദ്ദേഹത്തിന് അന്ന് 7000 ആടുണ്ട്, 3000 ഒട്ടകമുണ്ട്, 500 കാളയുണ്ട്, 500 കഴുതയുണ്ട്. എന്തിനാ ഇതെല്ലാം മനുഷ്യൻ? നിങ്ങൾ ചിന്തിക്കും. അക്കാലത്ത് മോട്ടോർ വാഹനങ്ങളില്ല, KSRTC ഇല്ല. ഈ മനുഷ്യന്റെ ഒട്ടകങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ ലക്ഷറി വാഹനമാണ്. സ്തോത്രം. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ മനുഷ്യർ യാത്രയ്ക്ക് ഉപയോഗിച്ച മരുഭൂമിയിലെ ഏറ്റവും നല്ല വിലയുള്ള വാഹനമാണ് ഒട്ടകം. 3000 ഒട്ടകം ഉണ്ടെന്ന് പറഞ്ഞാൽ 14 റവന്യൂ ജില്ലയിലായിട്ട് ഒരു ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ ഒരു 10-300 ഒട്ടകം വെച്ചുള്ള ഓരോ ഓഫീസുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഓഫീസ്. നമ്മുടെ കൂട്ട് 4 മാസം കഴിഞ്ഞല്ല ശമ്പളം, എല്ലാ മാസവും ഈ ശമ്പളം കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ ഒട്ടകത്തെ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്ക് പോകാൻ കാളന്മാരുണ്ട്. 500 ഏറെന്ന് പറഞ്ഞാൽ 1000.
2 കാളയ്ക്ക് ഒരു ഏർക്കാളെന്ന് പറയാം, 1000 കാള. ഇനി കാളന്മാരുടെ പുറത്ത് പോകാൻ പൈസ ഇല്ലാത്തവർക്ക് സഞ്ചരിക്കാൻ 1000 കഴുത. ഒരു സ്വത്രം പറയണം. അപ്പം മൊത്തത്തിൽ 5000 വാഹനം സ്വന്തമായിട്ടുള്ള മനുഷ്യൻ. സ്തോത്രം. ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ ആദ്യത്തെ ഉടമസ്ഥൻ. ഈ മൊത്തം ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ ഡെയിലി എടുക്കുക. അത് ദിറംസാണോ റിയാലാണോ ദിനാറാണോ എന്ന് എനിക്കറിയത്തില്ല. മൊത്തം ഇങ്ങനെ കളക്ഷൻ എടുക്കുക. അപ്പോൾ തന്നെ ഏറ്റവും വലിയ കമ്പിളി വ്യാപാരി 7000 ആടുകളുടെ രോമം കത്തിരിച്ച് വലിയ കമ്പിളി ഉണ്ടാക്കുന്ന ഫാക്ടറി, ഇതിൻ്റെ മാംസം വിൽക്കുന്ന വലിയ കട, ഇതിൻ്റെ പാല് കറന്ന് പാൽപ്പൊടിയാക്കി വെണ്ണയാക്കി വിൽക്കുന്ന ഫാക്ടറി, ഇതെല്ലാം ഉള്ള ധനാഢ്യനായ മനുഷ്യൻ. ദൈവവും പിശാചും മനുഷ്യരും ഭാര്യയും സാക്ഷി പറഞ്ഞ ഏക മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞു ഇവൻ ഭക്തനാണ്. അങ്ങനെയുള്ള മനുഷ്യനും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ കൺവെൻഷനുകളിൽ പ്രസംഗിച്ചുള്ള കേൾവിയുണ്ട്. കേൾവി ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. ഇന്നലെ നിങ്ങൾ കേട്ടു, നാളെ കേൾക്കും. അത് കേൾവിയാ. കേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദൈവത്തെ ഇവൻ അറിയായിരുന്നു. ആ ദൈവത്തിന്റെ മുമ്പിൽ അവൻ യാഗം കഴിക്കുമായിരുന്നു. പക്ഷേ കേൾവിയുടെ അടിസ്ഥാനമുള്ള ദൈവത്തെ ഒന്ന് അറിയാൻ ഒരു സുപ്രഭാതത്തിൽ 3000 ട്രാൻസ്പോർട്ട് ഒന്നിച്ചു പോയി. നിങ്ങൾ മിണ്ടിയില്ല. ഒരു വണ്ടി നമ്മുടെ താമരശ്ശേരി ചുരം കയറിയപ്പോൾ മറിഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു വണ്ടി പാലക്കാട്ടെ തുരങ്കത്തിൽ പോയി വീണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ 3000 വണ്ടി ഒന്നിച്ചു പോയെന്ന് പറഞ്ഞാൽ, ഈ 3000 വണ്ടി ഒന്നിച്ചു പോയ കാര്യം പത്രക്കാരെഴുതുന്നതിന് മുമ്പേ 7000 ആട് പോയി. 7000 ആട് പോയ കാര്യം TV വരുന്നതിന് മുമ്പേ 500 കാള പോയി. ഒറ്റ ദിവസം ഇതെല്ലാം കൂടെ തീർന്നു. കമ്പനിയെല്ലാം ഒന്നിച്ച് പൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഈ കമ്പനികൾ പൂട്ടിയ വാർത്ത വീട്ടിൽ വരും മുമ്പേ 10 ശവങ്ങൾ വീട്ടിൽ വന്നു. ലോകം കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള 10 മക്കൾ ഒന്നിച്ചു ചത്തു. വീട്ടുമുറ്റത്ത് 10 ശവക്കുഴി അടക്കി. തീ വീണ് പെരകത്തി. വയലും പറമ്പും എല്ലാം കത്തി ചാമ്പലായി. എല്ലാം തീർന്ന മനുഷ്യന് മാരക രോഗമുണ്ടായി. ഒരു സ്റ്റാൻഡേർഡുള്ള രോഗമായിരുന്നെങ്കിൽ അമ്മാമ്മയ്ക്ക് നാണംകേട് വരത്തില്ല. ഞങ്ങളുടെ അച്ഛന് ഡയബറ്റിക്ക എന്ന് പറഞ്ഞാൽ ഒരു ഗമയുണ്ട്. ഞങ്ങളുടെ അച്ഛന് ഹാർട്ടിന് പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ട് കേൾക്കാൻ. ഞങ്ങളുടെ അച്ഛന് പ്രഷറാണ്, കൊളസ്ട്രോളാ, ഇതൊക്കെ പറയുമ്പോൾ ഒരു ഗമയുള്ള രോഗമാണ്. ഞങ്ങളുടെ അച്ഛന് ചൊറിയാണെന്നെങ്ങനെ പറയുന്നത്? ഹലോ, അത് സാധാരണ ചൊറിയാണെ ഒക്കത്തില്ല. നിറുകം മുതൽ കാൽപാദം വരെ മൊത്തം ചൊറിയ. ഈ ചൊറി വന്നപ്പോൾ അമ്മാമ്മയ്ക്ക് നാട്ടുകാരോട് പറയാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മാമ്മ ഒരു മാർഗം കണ്ടു. അച്ചാരോട് എന്ന് പറഞ്ഞു, അച്ഛാ അങ്ങ് ചാക. എൻ്റെ കെട്ടിയോന് ചൊറിയാന്ന് പറഞ്ഞതിനെക്കാട്ടി ഭേദമാണല്ലോ കെട്ടിയോൻ ചത്തുപോയെന്ന് പറയുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേൾക്കണ്ടേ? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ അറിവ്. എന്താ അറിവ്? ഇപ്പം പോയ 3000 ഒട്ടകവും, ഇപ്പം പോയ 7000 ആടും, ഇപ്പം പോയ 10 പിള്ളാരും വീണ്ടെടുക്കുന്ന ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇതിനകത്ത് ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന മനുഷ്യരുണ്ടല്ലോ, നിന്റെ കുടുംബത്തിൽ നിന്ന് വഴുതിപ്പോയ, ചോർന്നു പോയ, ഒഴുകിപ്പോയ സകലത്തെയും വീണ്ടെടുക്കാൻ കഴിവുള്ളവരാ. വിശ്വസിക്കുന്നവര് മാത്രം ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. പിശാച് എന്തെല്ലാം തകർച്ച വരുത്തിയോ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയണേ. ഭക്തന്റെ അറിവ് കണ്ടോ? അവൻ പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? തലമുറ കൈവിട്ടുപോയോ? സമ്പത്ത് ഒഴുകിപ്പോയോ? ആരോഗ്യം നഷ്ടപ്പെട്ടോ? തിരിച്ചു പിടിക്കാൻ കഴിയാത്തതുപോലെ ബിസിനസ് തകർന്നോ?
പേടിക്കേണ്ട കുഞ്ഞ്. ഇതിനകത്ത് ദൂത് കേൾക്കുമ്പോ പറ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിപ്പുണ്ട്. വിശ്വസിയോർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ചിലതെല്ലാം തമ്പുരാൻ വീണ്ടെടുത്തോണ്ടിരിക്കുക. അവന്റെ പേര് വീണ്ടെടുപ്പുകാരനെന്ന. വീണ്ടെടുപ്പുകാരനെന്ന. തകർന്നതിനെ മുഴുവൻ, നല്ല ശൂന്യമാക്കപ്പെട്ടതിനെ മുഴുവൻ, വഴുതി പോയത് മുഴുവൻ. ഹല്ലേലൂയ. അവൻ പറഞ്ഞ പദം ശ്രദ്ധിച്ചോ? ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്തോ ഒടുവിൽ? 3000 ഒട്ടകവും ചത്തതിന്റെ ഒടുവിൽ, 7000 ആടും പോയതിന്റെ ഒടുവിൽ, ദേഹം മുഴുവൻ വ്രണമായതിന്റെ ഒടുവിൽ, ഇന്ന് അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും ഒരൊടുവിലുണ്ട്. എന്നും തുടരത്തില്ല. കുറിച്ചു വെച്ചോണം. 2023 ഡിസംബർ മാസം 8-ാം തീയതി രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, ഈ കഷ്ടത ഒത്തിരി നാൾ തുടരത്തില്ല. എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ഇതുവരെയുള്ള പരാജയത്തെ തിരിച്ചു പിടിച്ച് മാനിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. അവന്റെ പേര് യേശു എന്ന മനുഷ്യന്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ. ഇവന്റെ രണ്ടാമത്തെ അറിവ് ഉൽപ്പത്തി പുസ്തകം, ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്, അവൻ ഒരു കാര്യം അസാധ്യമല്ലെന്നും. മുളന്ന് വായിച്ചേര്. അവന് സകലവും കഴിയുമെന്നും. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരു സ്തോത്രം പറയണം. എല്ലാം നഷ്ടപ്പെട്ട് നിറുകം മുതൽ കാൽപാദം വരെ ചൊറിവാദിച്ച് ചാരത്തിൽ ഇരുന്നു കൊണ്ട് ചാരം വാരി ദേഹത്തിടുന്ന മനുഷ്യൻ പറയുകയാണ്, അവനെല്ലാം കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്താണ് അവൻ എല്ലാം കഴിയുന്നത്? ഹല്ലേലൂയ. വഴിയടഞ്ഞിടത്ത് ചെങ്കടൽ വിഭജിക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ. വഴിയടഞ്ഞിടത്ത് വാഗ്ദത്തത്തിൽ കയറാൻ കഴിയാതെ ഒഴുകുന്ന യോർദാൻ വെട്ടിമുറിക്കാൻ അവന് കഴിയും. നിന്റെ വാഗ്ദത്തത്തെ വളഞ്ഞു നിൽക്കുന്ന എരിഹോവിന്റെ കോട്ടയെ ഇടിക്കാൻ അവന് കഴിയും. നിന്നെ അലറി വിഴുങ്ങാൻ വരുന്ന സിംഹത്തിന്റെ വായടയ്ക്കാൻ അവന് കഴിയും. നിന്നെ ദഹിപ്പിക്കാൻ ഉയർത്തിയ തീയുടെ 7 മടങ്ങിനെ ബലക്ഷയിപ്പിക്കാൻ അവന് കഴിയും. അവനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ ഒരു കാര്യം അസാധ്യമല്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഭക്തന്റെ അറിവ് കണ്ടോ? അവനെല്ലാം കഴിയുമെന്നും അവൻ ഒരു കാര്യം അസാധ്യമല്ലെന്നും ഇപ്പോൾ ഞാൻ അറിയുന്നു. ഈ രാത്രി സ്നേഹിതരെ, യേശു ആരാന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. 4 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ നോക്കി അപ്പനും അമ്മയും 6 സഹോദരങ്ങളും ബന്ധങ്ങളും സ്വന്തങ്ങളും സഭയും സമുദായവും രാഷ്ട്രീയ പാർട്ടിയും എല്ലാം ഒരുമിച്ച് ഇവനെ കൊള്ളത്തിലെന്ന് എഴുതി തള്ളി. എല്ലാവരും കൈവിട്ടപ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റു മാർഗമില്ല. 4 കുപ്പി മാരകവിഷം ഒന്നിച്ചു കുടിച്ചു. ചാകാഞ്ഞിട്ട് വലിയ കയമുള്ള പെരുന്തേനരുവിയിലെ വലിയ കയത്തിൽ എടുത്തു ചാടി. അവിടെ ചാകാഞ്ഞിട്ട് റെയിൽവേ പാളത്തെ തല വെച്ചു. അവിടെയും ചാകാഞ്ഞിട്ട് ഹല്ലേലൂയ നാട് വിട്ടുപോയി. എല്ലാം കഴിഞ്ഞവനെ 4 പതിറ്റാണ്ടായി സ്റ്റേജ് നിർത്തിയിരിക്കുക. എന്നെ കാര്യമെന്നറിയാമോ? ഇന്ന് രാത്രി അവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഏത് തകർന്നതിനെയും പണിയാൻ കഴിയുന്ന, ഏത് പരാജയത്തെയും ജയമാക്കി മാറ്റാൻ കഴിയുന്ന, ഒഴുകിപ്പോയതിനെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരുത്തൻ ഈ രാത്രി ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ അറിവ് ഈ രാത്രി വർദ്ധിക്കണം. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇതുവരെയും യേശുവിനെ കണ്ടിട്ടില്ല. ഇവൻ പറയാണ്, നിനക്കവന്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ? അവനവനെ ശാസിച്ചു. അവൻ ദൈവത്തിൻ്റെ അടുക്കേന്ന് വന്നവനായിരുന്നെങ്കിൽ ശബത്ത് ലംഘിക്കത്തില്ലായിരുന്നു. അവൻ ദൈവത്തിൻ്റെ അടുക്കേന്ന് വന്നവനല്ല. അവൻ പാപിയ. ഞങ്ങളോട് സംസാരിക്കുന്ന നീ പാപത്തിൽ പിറന്നവന, നീ മുഴുവൻ പാപിയ എന്നെല്ലാം വിധിച്ചവർ തള്ളിക്കളഞ്ഞപ്പോൾ അടുത്ത വാക്യം മോള് വായിക്കണം. 35-ാമത്തെ വാക്യം. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. ഇതെല്ലാം ആയപ്പോൾ അവനെ അവർ പുറത്താക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാരും പറഞ്ഞില്ല. കാഴ്ച ലഭിച്ചവനെ അവൻ ഉൾപ്പെട്ട് നിന്ന സമൂഹം പുറത്താക്കി.
പ്രൈസ് ദി ലോർഡ്. എന്താ ഇവൻ ചെയ്ത കുറ്റം? യേശു അവനെ സൗഖ്യമാക്കി, അത്രേ ഉള്ളൂ. അവൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷെ യേശു മൂലം ഇവന് ലഭിച്ച സൗഖ്യത്തിന്റെ പേരിൽ അവന് കിട്ടിയ പാരിതോഷികം, ഉൾപ്പെട്ട് നിന്ന യഹൂദ മതം, അവൻ ഉൾപ്പെട്ട് നിന്ന യഹൂദ മത മേലധ്യക്ഷന്മാർ ഒന്നിച്ചുകൂടി അവനെ പുറത്താക്കി. പുറത്താക്കുന്നത് വരെ യേശു ഇടപെട്ടില്ല. സ്തോത്രം പറയണം. പക്ഷെ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവന്റെ അടുക്ക വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഒന്ന് വായിച്ചേ മക്കളെ. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇന്ന് രാത്രി കർത്താവിന് അറിയേണ്ടത്, ഇന്നലെ കേട്ട യേശുവിനെ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നിന്റെ പാപത്തിന് പരിഹാരകനാണ്. അവൻ നിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് മതിയായവനാണ്. നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റാൻ കഴിവുള്ളവനാണ്. നീ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. നിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണം നീക്കി നീ വിധിക്കപ്പെട്ട നിത്യ നരകം മാറ്റി നിത്യസ്വർഗത്തിന്റെ ഉടമയാക്കി നിന്നെ മാറ്റി വന്ന് വിശ്വസിക്കുന്നു. ക്രൂശിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ മരണവുമായി 1 ഇഞ്ച് മാത്രം അകലമുള്ളപ്പോൾ ഒരു മനുഷ്യൻ, ദുഷ്പ്രവർത്തിക്കാരൻ, ആ പാപികളിൽ ഒന്നാമൻ, അവന്റെ അറിവ് കിട്ടി. ഒരു അറിവ് കിട്ടി. എന്താ അറിവ്? യേശുവേ, നീ രാജാവാണ്. അവന്റെ അറിവ് ക്രൂശിൽ കിടക്കുകയാ. അവൻ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ മരിക്കാൻ പോകുകയാ. അന്ത്യശ്വാസം വലിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു അറിവ് കിട്ടി. എന്റെ അടുത്ത് കിടക്കുന്നവൻ രാജാവാണ്. അവൻ വിളിച്ചു പറഞ്ഞു, രാജാവേ, നീ രാജത്വം പ്രാപിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരനായി എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ഒറ്റ വാക്കിൽ യേശു പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ലാസ്റ്റ് മൂമെന്റിലാണെങ്കിലും യേശുവിനെ നീ അറിഞ്ഞിട്ട് ഒരു വാക്ക് നീ വിളിച്ചാൽ, യേശു വന്ന് ചോദിക്കണം, പുറത്താക്കി എന്നറിഞ്ഞപ്പോൾ യേശു വന്ന് ചോദിക്കുക, നീ അവനിൽ വിശ്വസിക്കുന്നുവോ? ദൈവപുത്രനെ നീ വിശ്വസിക്കുന്നുവോ? അവന്റെ മറുപടി, അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, ഇതുവരെയും യേശു ആരാന്ന് അവൻ അറിയത്തില്ല. അവൻ യേശുവിനെ കാണാതെ പറയുകയാണ്, യേശു എന്ന മനുഷ്യൻ, യേശു എന്ന പ്രവാചകൻ, യേശു എന്ന ഗുരു, ശിഷ്യത്വം പ്രാപിക്കാൻ കൊള്ളാവുന്ന ഗുരു എന്നെല്ലാം പറയുമ്പോഴും യേശു ആരാന്നറിയത്തില്ല. പുറത്താക്കിയവന്റെ അടുക്കൽ യേശു വന്നു. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നോ? അവൻ പറഞ്ഞു, അവൻ ആരാ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കവനെ അറിയത്തില്ല. അവനെ ഒന്ന് കാണിച്ചു തരുമെങ്കിൽ ഞാൻ അവനെ വിശ്വസിക്കാം. വായിച്ച മക്കളെ, യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് യേശു പറഞ്ഞു. ഉത്തരം അടുത്ത വാക്യം, ഉടനെ അവൻ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ രാത്രി പറയണം. ഓ, യേശുവിനെ കണ്ടപ്പോൾ യേശുവിനെ എങ്ങനെ വിളിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുത്തില്ല. ഇതുവരെയുള്ളവന്റെ മനസ്സിൽ ഒരു മനുഷ്യനെ അറിയാം, യേശു എന്ന മനുഷ്യൻ. ഒരു പ്രവാചകനെ അറിയാം, യേശു എന്ന പ്രവാചകൻ. ഒരു ഗുരുവിനെ അറിയാം, യേശു എന്ന ഗുരു. പക്ഷേ തന്റെ കർത്തൃത്വം ഏറ്റെടുക്കുന്ന കർത്താവാണ് അവനെന്ന് ഇവൻ ആരും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ യേശുവിനെ കണ്ട മാത്രം അവൻ വിളിച്ചത് കർത്താവേ. ഇന്ന് രാത്രിയിൽ എൻ്റെ കൂടപ്പിറപ്പേ, നിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒറ്റ വിളി മതി. നീ മനസ്സ് തുറന്ന് കർത്താവ് എന്നൊരൊറ്റ വിളി വിളിച്ചാൽ അതിനകത്ത് ബാക്കി മുഴുവനുണ്ട്. ഹല്ലേലൂയ. നീ രാത്രി സങ്കടം ഒന്നും പറയണ്ട. ഈ നല്ല കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ കർത്തൃത്വത്തെ നീ ഒന്ന് അംഗീകരിച്ചിട്ട്, ഹല്ലേലൂയ, ഒറ്റ
വാക്ക് നീ വിളിക്കാൻ തയ്യാറായാൽ, എൻ്റെ കർത്താവ് എന്ന് ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നീ ഒന്ന് വിളിച്ചേ. ഈ രാത്രി നീ കസാറ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നിന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ അവൻ മതിയായവനാ. വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നോക്കിയേ പ്രിയരെ, ഇവൻ ഒറ്റ പ്രാവശ്യമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ഇവൻ ഇപ്പോൾ ആദ്യമായിട്ട് യേശുവിനെ കാണുക. ഇതുവരെ പറഞ്ഞതല്ല, കാണാതെ പറഞ്ഞതാ. പക്ഷെ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നൊരു മനുഷ്യനുണ്ട്. ഇന്ത്യയിൽ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അപ്പോസ്തലനായ വിശുദ്ധനായ തോമാസ് ലീഹ യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചില്ല, യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ചില്ല, യേശു ഉയർത്തെഴുന്നേറ്റത് അംഗീകരിച്ചില്ല. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവനെ കണ്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു. തോമസ് പറഞ്ഞു, അവൻ്റെ കൈയുടെ മുറിപ്പാടി വിരലിട്ടല്ലാതെ, അവൻ്റെ വിലാപ്പുറത്തെ കുന്തം കുത്തിയ വിലാപ്പുറത്ത് വിരലിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അവന് വേണ്ടി മാത്രം ഒരു പ്രത്യക്ഷത യേശു തോമസോട് ഇരിക്കുന്ന യോഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ തോമസേ, കാണാതെ വിശ്വസിച്ചവരാടാ ഭാഗ്യവാന്മാർ. നീ കാണാതെ വിശ്വസിച്ചില്ലല്ലോ. നീ കണ്ടെങ്കിലേ കയ്യിലോട്ട് വിരലൊന്നിട്ടോ, വിലാപ്പുറത്ത് വിരലിട്ടോ. അവൻ യേശുവിൻ്റെ കൈയുടെ മുറിവിലേക്ക് തൊട്ടിട്ട് വിളിച്ച വിളി കേൾക്കണ്ടേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഒരു സ്വത്രം പറയണേ. ഇന്ന് രാത്രി 3.5 വർഷം കൂടെ നടന്നവന് യേശുവിനെ മനസ്സിലായത് ഉയർപ്പിന് ശേഷമുണ്ടായ മുറിപ്പാടി കൈയിട്ട് കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി കാഴ്ച കിട്ടിയവൻ അന്ന് പകൽ യേശുവിനെ കർത്താവായി അംഗീകരിച്ചെങ്കിൽ, കുറ്റിക്കാട് ദേശത്ത് ഇന്ന് രാത്രി റോഡ് വക്കിലാകട്ടെ, ഞങ്ങളുടെ മൈക്കിന്റെ പരിധിയിൽ ആരൊക്കെ കേൾക്കുന്നോ സ്നേഹിത, നിങ്ങൾ ആരുമാകട്ടെ, ഏതു ജാതി, ഏതു മതം, ഏതു വർഗം, ഏതു വർണ്ണം ദൈവത്തിന് വിഷയമല്ല. നിൽക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുവിനെ കർത്താവായി നീ അംഗീകരിക്കാൻ തയ്യാറായാൽ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയരേ, യേശു എന്ന മനുഷ്യൻ എന്നുള്ള വെളിപ്പാട് തുടങ്ങി. യേശുവിൻ്റെ കർത്തൃത്വത്തെ അവൻ അംഗീകരിച്ചു. ചരിത്രം കണ്ട ഏറ്റവും ശക്തനായ ദൈവഭൃത്യനായിട്ട് അവൻ മാറിയത് യേശുവിൻ്റെ കർത്തൃത്വത്തെ അവൻ അംഗീകരിച്ചാണെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഏത് വിഷയത്തിൽ, മറ്റാർക്കും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഏത് വിഷയത്തിൽ, കുഴഞ്ഞുപോയ വിഷയം, ഒരു കുരുക്കടിക്കുമ്പോൾ 9 കുരുക്കിനകത്ത് അകപ്പെട്ട വിഷയം, പ്രൈസ് ദി ലോർഡ്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, നാട്ടുകാർ നിന്നെ എഴുതിത്തള്ളിയ വ്യക്തിയായിരിക്കും, സമൂഹം നിന്നെ വെറുത്ത വ്യക്തിയായിരിക്കും, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും, നീ നിന്ന വഹിക്കുന്ന ഒരു സഹോദരിയായിരിക്കും, നിന്ന് അനുഭവിക്കുന്ന ഒരു സഹോദരനായിരിക്കും. ഇന്ന് രാത്രി എൻ്റെ സ്നേഹിത, നിന്റെ വിഷയം എന്തുമാകട്ടെ, നീ ആ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ പരമാർത്ഥ ഹൃദയത്തോടെ, മറ്റൊന്നും ചെയ്യേണ്ട, കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ, ഇന്ന് രാത്രി നിന്റെ വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ അകക്കണ്ണ് ഇന്ന് രാത്രി തുറന്നിട്ട് ഈ യേശുവിനെ കർത്താവായി നീ അംഗീകരിക്കാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഞാനിപ്പോൾ ഇരിക്കുന്ന ചർച്ച് അതിൻ്റെ 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. അതിൽ കഴിഞ്ഞ 24 വർഷവും ഞാൻ തന്നെയാണ് അവിടെ പാസ്സായിട്ടിരിക്കുന്നത്. ആ സഭയിലെ ധാരാളം അത്ഭുതങ്ങൾ, കാൻസറും ട്യൂമറും ലുക്കേമിയായും ഒക്കെ സൗഖ്യമായ ധാരാളം ആളുകൾ, അവർ മിക്ക പേരും കർത്താവിൻ്റെ ദാസന്മാരാണ്. ഇന്ന് എന്നെക്കാട്ടി ശക്തമായിട്ട് പലരെ ഉപയോഗിക്കുക. ഞാൻ പറയാൻ വന്നത് ഇതാണ്. അതിലൊരു മകൻ, 8 വർഷം എൻ്റെ വാഹനം ഓടിച്ച ഒരു മകൻ, ഇപ്പോൾ നിലമ്പൂർ പാസ്റ്ററാണ്. അവന് ഒരപ്പനും അമ്മയ്ക്കും ഏക മകനാണ്. അവനൊരു മെക്കാനിക്ക് പാസ്സായി മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുക. അവൻ്റെ കംപ്ലീറ്റ് ബോണുകളിലേക്ക് ബോൺ കാൻസർ സ്പ്രെഡ് ചെയ്തു.
ബോൺമാരോ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഓപ്പറേഷനോ ഹീമോയോ ഒന്നും സക്സസ് ആകത്തില്ലെന്ന് പറഞ്ഞ് അവനെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ വന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാതെ മുഴുവൻ ബോണുകളിൽ ക്യാൻസർ വന്ന ഈ സഹോദരൻ വീട്ടിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കുറേ സഹോദരന്മാർ അവിടെ ചെന്ന് അപ്പൻ്റെ അമ്മയുടെ അനുവാദം മേടിച്ചുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ഹോളിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ ഹോളിൻ്റെ തറയിൽ അവനെ ആ കാർപ്പറ്റെ കിടത്തി ഞങ്ങൾ ഉപവാസം ആരംഭിച്ചു. ഉപവാസത്തിൻ്റെ 7ാമത്തെ പകലൊരു സൺഡേയാണ്. ആ സൺഡേയിൽ ഞങ്ങൾ സങ്കീർത്തനം വായിക്കാൻ ഒന്നിച്ചെഴുന്നേറ്റു. സങ്കീർത്തനം വായിച്ചിട്ട് ഒരു വാക്യം എടുത്തു പറഞ്ഞു. ആ വാക്യം ഇത്രയേ ഉള്ളൂ: ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ആ വാക്യം വായിച്ചിട്ട് ഒന്നുകൂടെ ആ വാക്യം എടുത്തു പറഞ്ഞ് ജനമെല്ലാം കൂടെ ആ വാക്യം ഒന്നുകൂടെ എടുത്തു പറഞ്ഞു. ഈ സമയത്തൊക്കെ ഈ ചെറുപ്പക്കാരന് 7 ദിവസമായിട്ട് ഈ കാർപ്പറ്റ് ചുരുണ്ട് കിടക്കുക. അന്ന് രാവിലെയും 2 സഹോദരന്മാർ അവനെ പതുക്കെ വേദനിപ്പിക്കാതെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവരുടെ ആ ചങ്കോട് ചാരി ഇരുത്തി അരക്കപ്പ് ചായ കുടിപ്പിച്ച്, അന്നേരമൊക്കെ ഈ അസ്ഥി പൊടിയുന്ന വേദന കൊണ്ട് ഭീകരമായ ബോൺ ക്യാൻസറിൻ്റെ അതിവേദനയാൽ ഇവൻ കരയുന്നുണ്ട്. അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന അവന് കിടക്കുമ്പോഴാണ് ഈ വാക്യം എടുത്തു പറഞ്ഞ്, ഈ വാക്യം ആരും പ്രസംഗിച്ചില്ല, ഈ വാക്യം എടുത്തു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊച്ചിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇവന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ആ ഉപവാസം ഒരു ആരാധനയായിട്ട് അങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധന നടക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുക. ആരും അവൻ്റെ ദേഹത്ത് തൊടുന്നില്ല, ആരും കൈവച്ച് രോഗം വിട്ടുപോകാൻ പറയുന്നില്ല, രോഗത്തെ ശാസിക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നു, അവൻ ചുരുണ്ട് കിടക്കുന്നു, വിശ്വാസികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് രാവിലെ വരെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നവൻ തന്നെ എഴുന്നേൽക്കുന്നു. അവൻ തന്നെ എഴുന്നേറ്റ് അവൻ സ്വന്തം കാലിൽ നിന്നു. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക, മറ്റുള്ളവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുക. നിന്നവനെ ഞാൻ കൈയാട്ടി വിളിച്ചു. അവൻ തനിച്ച് നടന്ന് സ്റ്റേജിൽ വന്നു. സ്റ്റേജിൽ കയറിയവന് ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ജനം കണ്ണു തുറക്കുമ്പോൾ അവൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഞാൻ അവന് മൈക്ക് കൈമാറി. എന്താ സംഭവിച്ച് പറയാൻ പറഞ്ഞു. അവൻ അലറിക്കരഞ്ഞു പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. അന്ന് പകൽ അവനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. അന്ന് രാത്രി ഞാൻ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോകുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോൻസി നീ എൻ്റെ കൂടെ വരുന്നോ? അവൻ പറഞ്ഞു, ഞാൻ വരാം. നീ സ്റ്റേജിൽ സാക്ഷി പറയാമോ? അത് വാസ്തവങ്ങളെ എനിക്ക് സാക്ഷി ഒന്നും പറയാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നിന്നെ യേശു സൗഖ്യമാക്കിയ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയി ആദ്യമായിട്ട് ആ രാത്രി സാക്ഷി പറയിപ്പിച്ചു. അന്ന് മുതൽ 8 വർഷം തുടർമാനം ഈ കേരളം മുഴുവൻ, തമിഴ്നാടും കർണാടകവും മുഴുവൻ എൻ്റെ വണ്ടി ഓടിച്ച് അവൻ വന്നു. ഇന്ന് വരെ അസുഖമില്ല. അവൻ കല്യാണം കഴിച്ചു, 2 നല്ല പിള്ളേരുണ്ട്. അവൻ സെമിനാരിൽ പോയി പഠിച്ചു. ഇപ്പം നല്ലൊരു സഭയുടെ പാസ്റ്റായിട്ടിരിക്കുക. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, ആ കിടപ്പിൽ കിടന്നുകൊണ്ട് കർത്താവേ എന്നൊറ്റ വിളിച്ചതേ ഉള്ളൂ. ഇന്ന് രാത്രി ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ പോലും ഒറ്റ വാക്കിൽ പരിഹരിക്കാൻ കഴിവുള്ളവരെ, നീ ഇന്ന് രാത്രി മറ്റാരെയും വിളിച്ച് നിന്റെ ആയുസ് പാഴാക്കാതെ യേശുവിനെ കർത്താവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ നീ ഈ രാത്രി അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ വാ കൊണ്ട് ഏറ്റുപറയണം. പ്രിയരെ, ഈ ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടവൻ, ഒറ്റ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ചുകൊണ്ട് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. കണ്ണുപൊട്ടനായ മനുഷ്യൻ, യേശു എന്ന മനുഷ്യൻ എന്ന് വിളിച്ചവനെ പീലാത്തോസ് ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങോട്ട് കേറിപ്പോയത് ആയിരങ്ങളിൽ സുന്ദരൻ. എങ്ങോട്ട് കേറിപ്പോയത്? പീലാത്തോസിന്റെ അകത്തെ കൽത്തളത്തിലേക്ക് ബന്ധിക്കപ്പെട്ടവനായി കൊണ്ടുപോയവൻ ആയിരങ്ങളിൽ സുന്ദരൻ, 10,000ങ്ങളിൽ സുന്ദരൻ, വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുണ്ടായിരുന്ന ഏക മനുഷ്യൻ അകത്തേക്ക് പോയി. അകത്ത് ചെന്നിട്ട് അവരവൻ്റെ വസ്ത്രമഴിച്ചു മാറ്റി.
അവൻ്റെ തലയിൽ കൂർത്ത മുൾക്കിരീടം വെച്ചു. ഒരു കോലുകൊണ്ട് ആ മുൾക്കിരീടം അടിച്ചടിച്ച് തലയിൽ ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വഴിനെടുക വീണും എഴുന്നേറ്റും പോകുമ്പോൾ തലയിൽ വെച്ച മുൾക്കിരീടം ഊരിപ്പോകാതിരിക്കുവാൻ അത് തലയോട്ടിൽ ഇറങ്ങത്തക്കതുപോലെ കോലുകൊണ്ട് അടിച്ചടിച്ചുറപ്പിച്ചു. ഉറപ്പിച്ചവൻ്റെ മുഖത്തെ രോമകൂപങ്ങൾ പിഴുതുപറിച്ചു. ആ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. മാത്രമല്ല, അവനെ ആ കൽത്തൂണിന്മേൽ കെട്ടിയിട്ട് ചാട്ടവാർ കൊണ്ട് പുറം മുഴുവൻ അടിച്ചുഴപുചാല് പോലെ കീറി ഇങ്ങനെ ശരീരം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി അവൻ ഇറങ്ങി വന്നപ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായപ്പോൾ ഈ യഹൂദ പരീക്ഷയും മതശക്തിയും ഒരുമിച്ച് പീലാത്തോസിനൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, അവനെ ഇറക്കാൻ പറഞ്ഞു. ഇവനെ കണ്ടിട്ട് ആളാരാന്ന് മനസ്സിലായില്ല. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവനെ വേണ്ട, ആ തച്ചന്റെ മോനില്ലേ, യേശു എന്ന മനുഷ്യനില്ലേ, അവനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ പീലാത്തോസ് ചങ്കുപൊട്ടി പറഞ്ഞൊരു പദമാണ്, അവനാ ഇവൻ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാരുടെ അലറി വിളിക്ക് മുമ്പിൽ അവനെ ക്രൂശിക്ക എന്ന് അലറി വിളിക്കുമ്പോൾ യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പീലാത്തോസ് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ആ മനുഷ്യനായത്. മനുഷ്യ, നിന്നെ നീയാക്കി മാറ്റാൻ, നിന്റെ പാപത്തിന്റെ ചങ്ങല അഴിച്ചു കളയാൻ, നിന്റെ ശാപത്തിന്റെ കെട്ടഴിക്കാൻ, നിനക്ക് നഷ്ടപ്പെട്ട നിത്യത മടക്കി തരാൻ, അടയപ്പെട്ട പറുദീസ തുറക്കപ്പെടാൻ അവൻ ആളല്ലാതെ മാറി കേട്ടോ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിനെ ഒറ്റ നിമിഷം കർത്താവേ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വാ കൊണ്ടൊന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ ഈ രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ഞങ്ങൾ പ്രാർത്ഥിക്കും മുമ്പ് തന്നെ നിന്റെ കൂടാരത്തിനകത്തൊരു വിടുതൽ പകരുവാൻ ഈ യേശു മതിയായവനാ. നാളുകളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ രാത്രി നീ കർത്താവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ, ധന്യനായ പൗലോസ് ഈ കർത്താവിനെ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരാ കർത്താവ്? നീ ആരാ? യേശുവിൻ്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ. വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇപ്പോൾ ആ പൗലോസ് പറയണം, എനിക്ക് യേശുവിനെ ഒന്നുകൂടെ അറിയണം, എനിക്ക് അവൻ്റെ കർത്താനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം, എനിക്ക് അവൻ്റെ മരണത്തോടൊന്ന് ഏകീഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാന ശക്തി എനിക്കൊന്നറിയണം, എനിക്ക് അവനെ അറിയണം. കഴുത്തെ കത്തി വീഴാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഒരു പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ തൊട്ട് മുമ്പേ ആ ഭക്തൻ ഇങ്ങനെ കുറിച്ച് കേട്ടോ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി യേശു ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ ആ കരം വീശി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശു ആരെന്നറിഞ്ഞാൽ ഹല്ലേലൂയ, പിന്നെ കഴുത്ത് കണ്ടിക്കുന്ന കത്തിയുടെ മുമ്പിൽ അവൻ പേടിക്കത്തില്ല. അവൻ്റെ അകത്ത് യേശു ആരെന്നറിഞ്ഞവനാണ്. ഈ രാത്രി എൻ്റെ പ്രിയരെ, സമൂഹത്തെക്കാൾ, സാഹചര്യത്തെക്കാൾ, ഉൾപ്പെട്ട് നിൽക്കുന്ന ഏത് സാഹചര്യത്തെക്കാൾ യേശു വലിയവനാണ്, യേശു മതിയായവനാണ്. യേശു എന്ന മനുഷ്യനെ ഉലകത്തിൽ വെളിപ്പെട്ട എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരകനായി ജനിച്ച ഏക മനുഷ്യനായ യേശു ഇന്ന് രാത്രി നിന്റെ കർത്താവായി അംഗീകരിക്കപ്പെടാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിക്കാൻ കിടക്കുമ്പോഴേ എൻ്റെ അമ്മയോട് ഒരു പറ്റം ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് പറഞ്ഞു, ഈ കിടക്കുന്ന അയാളുടെ ആരാ അമ്മ? ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്, ഇവൻ എൻ്റെ 7ാമത്തെ മോനാ. അമ്മച്ചി ആണുങ്ങൾ ആരെങ്കിലും അടുക്കലുണ്ടോ? ഉടനെ പറഞ്ഞില്ല, അവരൊക്കെ കുറച്ച് ദിവസമായല്ലേ വീട്ടിലോട്ട് പോയി. ഓക്കെ, ഞങ്ങൾ അമ്മച്ചിയോട് പറയുന്നതിൽ വിഷമിക്കല്ലേ, അറിയിക്കാനുള്ളവരെയൊക്കെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ചാകുമെന്നാണ് പറഞ്ഞത്. ഇത് 43 വർഷം മുമ്പത്തെ കഥയാണ്. പ്രൈസ് ദി ലോർഡ്.
അവിടെ എൻ്റെ അമ്മച്ചി വളരെ CSIയിലെ നല്ല പ്രാർത്ഥനക്കാരിയാണ്, നല്ല കൃപയുള്ള അമ്മച്ചിയാണ്. രാത്രിയിലൊക്കെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ മറുപടിയാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഉടനെ എൻ്റെ അമ്മച്ചി പറഞ്ഞു, അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. സ്തോത്രം. അവർ പറഞ്ഞ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാൻ, അമ്മ പറഞ്ഞ അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഡോക്ടർ പറഞ്ഞത് എൻ്റെ കൊച്ചൻ്റെ കണ്ണ് ഞാൻ തിരുമ്മി അടയ്ക്കുമെന്നല്ലേ? ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്ന് അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി 80 പറഞ്ഞു. 80. പിന്നെ ഒരു 16 വർഷം കൂടെ എൻ്റെ അമ്മ ജീവിച്ചു. 96 ഞാനാ കണ്ണ് തിരുമ്മി അടച്ച്. ഡോക്ടർ പറഞ്ഞല്ല നടന്നത്, എൻ്റെ അമ്മ പറഞ്ഞാൽ നടന്നത്. ഇന്ന് രാത്രി നിൻ്റെ കുടുംബത്തിൻ്റെ ഭാവിയൊക്കെ നീയാ നിശ്ചയിക്കേണ്ടത്. നീ അവനെ കർത്താവ് എന്ന് വിളിക്കാമെങ്കിൽ, എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അല്ലിയ വഴിത്തലയ്ക്ക് കിടക്കുന്ന എൻ്റെ തലയെടുത്ത് എൻ്റെ അമ്മയുടെ മടി വെച്ചിട്ട് മുകളിലോട്ട് നോക്കി നെഞ്ചത്തടിച്ചൊരു വിളി വിളിച്ച്, കർത്താവേ എൻ്റെ കുഞ്ഞിനെ വിടിപ്പിക്കാൻ കഴിയത്തില്ലേ? ഒറ്റ വിളി. അതങ്ങ് കേട്ടോ. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് നിന്ന് കർത്താവെ നിന്ന് വിളിക്കാമോ? നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാകട്ടെ, നീ ഇരിക്കുന്നിടത്ത് മറ്റൊന്നും പ്രാർത്ഥിക്കേണ്ട. കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ ഈ രാത്രി വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമായെന്ന് ലോകം വിധി പറയുന്ന ഇനി ഒരു വഴി ഓപ്പൺ ആകത്തില്ലെന്ന് ലോകം വിധി പറഞ്ഞ, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന് വിധി കൽപ്പിച്ചിടത്ത് നീ ഇന്ന് രാത്രി യേശുവിനെ കർത്താവേ എന്നൊന്ന് വിളിക്കാൻ തയ്യാറായാൽ, ഇതുപോലെ വിളിച്ചാൽ അടുത്തു വരുന്ന, ഇതുപോലെ സ്നേഹിച്ചാൽ സ്നേഹിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാവുന്ന മറ്റൊരുത്തനില്ല കേട്ടോ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ ഈ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ യേശുവെന്ന നാമമാ. ഇന്ന് രാത്രി പ്രിയരെ, അവനെ നിന്റെ ജീവിതത്തിലേക്കൊന്ന് സ്വീകരിച്ചേ. നാളെയല്ല വിടുതല്, കടശി രാത്രിയല്ല വിടുതല്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ആശീർവാദം പറയും മുമ്പേ നിന്റെ വിഷയത്തിന് തീരുമാനമുണ്ടാക്കാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. ഈ രാത്രി എൻ്റെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ എൻ്റെ യേശു മതിയായവനാണെന്ന്, അവൻ ഒരു കാര്യം അസാധ്യമല്ലെന്ന്, അവന് സകലവും കഴിയുമെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും എൻ്റെ എല്ലാ നന്മകളും അവൻ വീണ്ടെടുക്കുമെന്നും വിശ്വസിക്കുന്നവര് ആ 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓ ഹല്ലേലൂയ. നമ്മുടെ പോൾസനും ടീമും നിങ്ങൾക്ക് വേണ്ടി നല്ല പാട്ട് പാടും. അതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ പൊതുവിലൊന്ന് പ്രാർത്ഥിച്ച അനന്തരം എൻ്റെ പാസ്റ്ററെ എൻ്റെ തലയിൽ കൈവച്ച് ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളവരും മാത്രം പാടുന്ന അവസരത്തിൽ മുൻപോട്ട് വന്നാൽ, ഇവിടെ ഉള്ളിൽ ഏറ്റവും തിരക്ക് എനിക്കാണ്. ഇനി ഒരു 5 മണിക്കൂറിലധികം വണ്ടി വിട്ടാലേ ഞാൻ റാന്നി ചെല്ലത്തുള്ളൂ. അവിടുന്ന് 4 മണിക്കൂർ വണ്ടി വിട്ടാലേ കൊച്ചി എയർപോർട്ടിൽ ചെല്ലത്തുള്ളൂ. എങ്കിലും സാരമില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ രാത്രി ഒരു നിമിഷം ആ കരങ്ങൾ 2 ഉയർന്നിരിക്കട്ടെ. നല്ല കർത്താവേ, അങ്ങയുടെ ഈ ജനത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ആരെന്നറിഞ്ഞ് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ശമരിയക്കാരി മശികയെ കണ്ടെത്തിയ പോലെ, ഈ കണ്ണുപൊട്ടനായ മനുഷ്യൻ കർത്താവിനെ കണ്ടെത്തിയതുപോലെ, ഈയോബ് ദൈവത്തെ അറിഞ്ഞതുപോലെ, ഈ രാത്രി യേശുവിനെ ഒന്നറിഞ്ഞ് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് എഴുന്നേറ്റ മുഴുവൻ ജനത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ചെറുതാകട്ടെ വലുതാകട്ടെ സമസ്ത വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വന്ന് മറുപടി നൽകി അത്ഭുതകരമായ സൗഖ്യങ്ങൾ നൽകി ഈ ജനത്തെ ആദരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കുന്നു, അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കുന്നു. കുറ്റിക്കാട് AG ചർച്ചിനെയും അങ്ങയുടെ അഭിഷക്തനെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പാട്ട് പാടുന്ന അവസരത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവര് ഓടി മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ.
യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. വിശ്വാസത്തോടെ ചേർന്നതാണ്. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുത്യനാം വന്യനാം നായകൻ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സുത്യനാം വന്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, എന്നുമെന്നും മതിയായവൻ. ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്ര അതികഠിനം, വിശ്വാസത്തോടെ ചേർന്നതാണ്. പ്രതികൂലങ്ങൾ അനുനിമിഷം. ഈ രാത്രി യേശു മതിയായവൻ. വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. രാത്രിയാക്കി തൂടാ എന്നെ അനുദിനം വഴി. എന്റെ യേശു നല്ലവൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, നീരെല്ലാം തുളച്ചിടുവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, നീരെല്ലാം തുളച്ചിടും. പ്രത്യാശയോടെ പാടിയേ. രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവരിടം പറന്നു. അവൻ രാജാവായി. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവരിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, ഈ രാത്രി വിശ്വാസത്തോടെ പറയട്ടെ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അങ്ങ് മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും വിശ്വാസത്തോടെ ചേർന്ന് പാടിയേ. ഈ രാത്രി കാണുന്ന
ദൈവശക്തിയാണ്, ഇന്ന് രാത്രി ദൈവശക്തിയാണ്. ലോകത്തിൽ പ്രയാസങ്ങളിൽ അതരങ്ങൾ തുറന്ന് അല്പസമയങ്ങൾ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. അല്പസമയങ്ങൾ അന്യഭാഷകളിൽ ആരാധിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ ആരാധിക്കട്ടെ. രാത്രി സൗഖ്യം നൽകുവാൻ, വിടുതലയക്കുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്റെ യേശു മതിയായവൻ, എന്റെ യേശു മതിയായവൻ, എന്റെ യേശു മതിയായവൻ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ, വിശ്വാസത്തോടെ ആരാധിക്കട്ടെ. നാവിൽ അധികാരമുള്ളവർ അധികാരത്തോടെ ആരാധിക്കട്ടെ.